മുഖ്യമന്ത്രി മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര സർക്കാർ അതിവേഗം അന്വേഷണം തുടങ്ങി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കൊച്ചിയിലെ CMRL-എത്തി തെളിവെടുപ്പ് നടത്തി. വൈകാതെ തന്നെ വീണ വിജയൻ അടക്കം നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL കമ്പനിയിൽ നിന്ന് 2016-19 കാലത്ത് കൈമാറിയ പണത്തിന്റെ വിവരങ്ങളും ശേഖരിച്ചു. ചതിച്ചോ ദൈവമേ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന പേരിൽ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണ വിജയനും 1,72 ലക്ഷം രൂപ പലപ്പോഴായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തൽ. ഇല്ലാത്ത സേവനത്തിന് നൽകിയ പണം എന്തിനു വേണ്ടിയായിരുന്നു? കമ്പനി നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അപ്പുറത്തെ ഗൂഢോദ്ദേശം ഇതിനു പിന്നിലുണ്ടോ? കള്ളപ്പണ ഇടപാടിനടക്കം 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള പണ ഇടപാടിനെ മറയാക്കിയിട്ടുണ്ടോ? തുടങ്ങിയ വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. ചായ വേണ്ട, ലെഫ്റ്റ് പോട്ടെ, റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. CMRL-ൽ ഓഹരി നിക്ഷേപമുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDC-യിലും ഈ ആഴ്ച തന്നെ അന്വേഷണ സംഘം പരിശോധനയ്ക്കെത്തും. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDC-ക്ക് ഈ ഇടപാടിനെ കുറിച്ച് അറിയാമായിരുന്നോ? ഡയറക്ടർ ബോർഡിൽ ചർച്ച ചെയ്തോ? അതോ മനഃപൂർവ്വമായ മൗനം പാലിച്ചോ? തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷിക്കുക. ഇതിനു പിന്നാലെ പണം കൈപ്പറ്റിയ എക്സാലോജിക് കമ്പനി കേന്ദ്രീകരിച്ചും അന്വേഷിക്കും. എക്സാലോജിക് ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ സ്ഥാപന ഡയറക്ടറായ വീണ വിജയനിൽ നിന്ന് നോട്ടീസ് നൽകി വിവരങ്ങൾ തേടും. വിദഗ്ധരുടെ സഹായത്തോടെ രേഖകൾ പരിശോധിച്ച ശേഷമാകും വീണ വിജയൻ അടക്കം ഇടപാടുമായി ബന്ധപ്പെട്ടവരെ വിശദമായി ചോദ്യം ചെയ്യുക. നമുക്ക് പോലീസിനോട് നീ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.